അങ്ങനെ അങ്ങനെ ഒരിക്കൽ കൂടി കടകംപള്ളി സുരേന്ദ്രൻ റഡാറിൽ കയറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ദൈനംദിന ബന്ധമുണ്ടെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്നുമാണ് ഈ മാസം 20-ാം തീയതി SIT കോടതിയിൽ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ തയ്യാറാകുന്നു എന്നാണ് കരക്കമ്പിയേ ഉള്ളൂ കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് വിവരമില്ല. പക്ഷെ കരക്കമ്പി ഓടുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അകത്താവും, അറസ്റ്റ് ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. കാരണം വളരെ അതിനെ പേടിച്ചിട്ടാണോ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ സ്വന്തം സ്കൂട്ടറിൽ ഹെൽമറ്റ് പോലും വയ്ക്കാതെ പോയി കണ്ടത് എന്നതും അടുത്ത കരക്കമ്പി, വഴുതക്കാട് കരക്കമ്പി. എന്തായാലും കഴക്കൂട്ടത്തു നിന്ന് വരുന്ന കരക്കമ്പി എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തെറ്റാണ്. അദ്ദേഹം ഒരുപാട് കള്ളം പറഞ്ഞു, ഉരുണ്ട് കളിച്ചു. പത്രക്കാർ ചോദിക്കും, എനിക്ക് ഓർമ്മയില്ല കൊച്ചേ, എനിക്ക് ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്ക് അൽഷിമേഴ്സ് ആണെന്നേ, എനിക്ക് ഓർമ്മയില്ല എന്നാ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഓർമ്മയില്ല. അപ്പം റിപ്പോർട്ടർ ചാനലിൽ ഒരു പടം പുറത്തു കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു, അയ്യോ ഞാൻ പോയിട്ടുണ്ട്, ആ കൊച്ചിൻ്റെ നൂലുകെട്ടിന് പോയെന്ന് പറഞ്ഞു. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, നൂലുകെട്ട് കഴിഞ്ഞിട്ട് കൊച്ചു വലുതായി. അപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ പിറന്നാളിന് പോയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അടുത്ത ഫോട്ടോ റിപ്പോർട്ടർ ചാനൽ പുറത്തു വിടുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അച്ഛനെ പൊന്നാട അണിയിക്കുന്ന ഫോട്ടോ. രാജു അബ്രഹാം MLA കൂടെ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവൻ നല്ല MLA ആണ്. ഈ പത്തനംതിട്ടയിൽ നിന്ന് മന്ത്രിയാവാതെ പോയ വളരെ പാവപ്പെട്ട സൗമ്യനായ, ചാനൽ ചർച്ചയിലൊക്കെ വന്ന വളരെ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ 1 മണിക്കൂർ എടുക്കും. അത്രയ്ക്ക് പാവമാണ്, നല്ല മനുഷ്യനാണ്, ഒരു അഴിമതിയില്ല. എത്ര പ്രാവശ്യം MLA ആയിരുന്നു രാജു അബ്രഹാം. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പൊക്കളഞ്ഞു. അദ്ദേഹം ചെയ്ത പണിയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വന്നപ്പം കടകംപള്ളിയുടെ കൂടെ എത്തി കയറിപ്പോയി, കാറിൽ കയറി പത്തനംതിട്ട കോന്നിയിൽ പോണ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് പോയി. ശബരിമലയ്ക്ക് പോണ വഴിക്ക്, കടകംപള്ളി ശബരിമലയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് രാജുവും കൂടെ ഒന്ന് കയറി. അപ്പോഴാണ് കിളിമാനൂരെത്തിയപ്പോൾ പുളിമാത്തി എന്നപ്പം ഗൺമാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങി ശാലം ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അവിടെ പോയി ഒരു ജ്യൂസ് കുടിക്കാൻ സമയത്താണ് ആരോ വിളിച്ച് പറഞ്ഞു, അവിടെ ഉണ്ണികൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അയ്യോ ഇന്നത്തെ അച്ഛൻ്റെ ജന്മനാളെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ഒരു കടയിൽ കയറി ഒരു നേരിയത് വാങ്ങിച്ച് കൊണ്ടിട്ട് കൊടുത്ത് അച്ഛന് നേരിയത് വിട്ട് അടിച്ച് പൊളിച്ചു. ഇതൊക്കെ ആരെടുത്താണ് എൻ്റെ പൊന്ന് കടകംപള്ളി ചേട്ടാ സുരേന്ദ്രൻ സാറേ പറയുന്നത്? നമ്മളെല്ലാം അരി ആഹാരമല്ലേ കഴിക്കുന്നത്, വല്ലപ്പോഴും ഗോതമ്പും കഴിക്കും, പിന്നെ വേറെ ചില ഫ്രൂട്ട്സൊക്കെ കഴിക്കും, എല്ലാവരും കപ്പ കഴിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ, നമ്മൾ വേറെ ഒന്നും ഉണ്ടയില്ലാതെ വിഴുങ്ങുന്നില്ലല്ലോ. എന്തൊരു തള്ളാണ് തള്ളുന്നത് അങ്ങ്. ദയവായി അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അയ്യപ്പ അവിടെ ഇരിക്കുന്നത്. അയ്യപ്പൻ്റെ പണി പതുക്കേ ചെയ്യുള്ളൂ. ദൈവങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പണിയും, പക്ഷെ പതുക്കേ പണിയുള്ളെന്നാണ് പറയുന്നത്. പെട്ടെന്നൊന്നും പറയില്ല, എടുത്തങ്ങ് മറിക്കുമെന്ന് പറയണം ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ വിഷയമാണ് ചേട്ടാ. റഡാറിൽ കയറിയിട്ടുണ്ട്. വെറും SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ അങ്ങ് വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, കരക്കമ്പിയാണ്, അതിനകത്ത് കേട്ടുകേൾവിയാണ്, ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എല്ലാ ചാനലുകളിലും വരുന്നുണ്ട് വാർത്ത. കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നും ശബരിമല വിഷയത്തിൽ താങ്കൾ കുടുങ്ങുമെന്നും എന്നുള്ളതാണ്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായി SIT നീങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും K. ജയകുമാർ IAS തൊട്ട് മുമ്പ്, അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് തൊട്ട് മുമ്പ് വരുന്ന പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും പൊങ്ങും എന്നാണ് കേൾക്കുന്നത്. വാസവൻ്റെ കാര്യത്തിലാണ് നമുക്കൊരു തീരുമാനം അറിയേണ്ടത്. വാസവൻ ഇതിനിടയ്ക്ക് പാർട്ടി ക്ലാസ്സൊക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാർട്ടി ക്ലാസ് എടുക്കുന്നതിൻ്റെ പേരിൽ വാസവൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ വാസവനും ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി ഒരു പ്രതിസന്ധിയിലേക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നത്. ഒരു കാരണവശാലും അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്ങൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്നു. അങ്ങയുടെ ഭാഗത്തു നിന്ന് ഇതുണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ ഉപ്പ് തിന്നു, ഇനി വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വെള്ളം കുടിക്കണോ കൂടുതൽ വെള്ളം കുടിക്കണോ എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കട്ടെ, നിയമവ്യവസ്ഥ നോക്കട്ടെ. എന്തായാലും അങ്ങ് കുറേ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങക്ക് വഴിവിട്ട കുറേ ബന്ധങ്ങൾ അങ്ങ് അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞാതെയോ ആരെങ്കിലും അങ്ങേ ട്രാപ്പ് ചെയ്തതോ ആവാം. എന്തായാലും അങ്ങ് ഇതിനകത്തൊക്കെ കൊണ്ട് തലവച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങേക്ക് നന്നായിട്ടറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നന്നായി കൊള്ള നടത്തിയ ആളാണ്. ആ കൊള്ള നടത്തിയ ആളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും അങ്ങേക്കുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ഇത് കേൾക്കാൻ സുഖമുള്ളൊരു വാർത്തയല്ല. ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാവിനെ സംബന്ധിച്ചിടത്തോളം വേദനയോടുകൂടിയായിരിക്കും അവർ ഈ വാക്ക് കേൾക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് ചെയ്ത് 1,500 വോട്ടിനാണ് വി. മുരളീധരൻ ജയിച്ചത്. ബാക്കി എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. അവരെല്ലാം സങ്കടക്കടലിലാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് എയറിൽ ഓടുന്നത്.